ജന്തർ മന്തർ സമരക്കാർക്കെതിരെ കേസും അറസ്റ്റും പാടില്ലെന്ന സുപ്രീം കോടതി ഉത്തരവിന് പിന്നാലെ SFI ദേശീയ നേതാവ് ഐഷെ ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ ഡൽഹി പോലീസിന്റെ നീക്കം. ഡൽഹിയിലെ AKG ഭവനിലെത്തിയാണ് ഐഷെ ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ശ്രമിച്ചത്. JNU സമരകാലത്തെ കേസിൽ ഇപ്പോഴുള്ള അറസ്റ്റ് നീക്കം ജന്തർ മന്തർ സമരത്തിലെ പ്രതികാര നടപടിയെന്ന് CPIM നേതാക്കൾ ആരോപിച്ചു. യൂണിഫോമും ബാഡ്ജും എവിടെ എന്ന ചോദ്യം ജോൺ ബ്രിട്ടാസ് MP കടുപ്പിച്ചതോടെ പോലീസ് ഉദ്യോഗസ്ഥർ മടങ്ങിപ്പോയി. അതേസമയം CJPക്ക് നേരെയുള്ള പോലീസ് അതിക്രമങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. വിദ്യാർത്ഥികൾ നടത്തിയത് ഭരണഘടനാ ചട്ടക്കൂടിനകത്തു നിന്നുള്ള സമാധാനപരമായ പ്രതിഷേധമാണെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നിരീക്ഷിച്ചു. ഡൽഹിയിലെ വിദ്യാർത്ഥി സമരത്തിൽ പ്രതികാര നടപടികളുമായി മുന്നോട്ട് പോവുകയാണോ പോലീസ്? സുപ്രീം കോടതിയുടെ ഉത്തരവിനെ പോലും മറികടക്കുന്നതാണോ ഡൽഹി പോലീസ് നടപടികൾ? കാണാം RD Extra. ജന്തർ മന്തർ പ്രക്ഷോഭത്തിലെ പ്രതികാര നടപടി എന്നോണമാണ് ഐഷെ ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ ഡൽഹി പോലീസ് എത്തിയതെന്നാണ് CPM ഉയർത്തുന്ന പ്രധാന ആരോപണം. 2021 JNU സമരവുമായി ബന്ധപ്പെട്ട കേസിലാണ് SFI അഖിലേന്ത്യാ നേതാവ് ഐഷെ ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ ഡൽഹി പോലീസ് AKG സെന്ററിൽ എത്തിയത്. ഈ മാസം 30-ന് കോടതി കേസ് പരിഗണിക്കാനിരിക്കെയാണ് ഐഷെ ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസ് ശ്രമം. ജന്തർ മന്തറിലെ സമരവേദിയിൽ ആദ്യ ദിനം മുതൽ ഉണ്ടായിരുന്ന ആളാണ് ഐഷെ ഘോഷ്. അതുകൊണ്ട് തന്നെ സമരത്തിൽ പങ്കെടുത്തതിലെ പ്രതികാര നടപടിയും മറ്റും സമരക്കാർക്കുള്ള മുന്നറിയിപ്പുമാണ് പോലീസിന്റെ ഈ നടപടിയെന്ന് CPIM നേതാക്കൾ പറഞ്ഞു. സ്വകാര്യ കാറിൽ പോലീസ് യൂണിഫോം ധരിക്കാതെയായിരുന്നു AKG സെന്ററിലെത്തി ഐഷെ ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസ് നീക്കം. എന്നാൽ ജോൺ ബ്രിട്ടാസ് MP സ്ഥലത്തെത്തി പോലീസുമായി തർക്കിച്ചു. അനുവാദം വാങ്ങാതെ രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസിലേക്ക് പോലീസിന് പ്രവേശിക്കാനാകില്ലെന്ന് ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് നെയിം പ്ലേറ്റും യൂണിഫോമും ഇല്ലാത്തതും ജോൺ ബ്രിട്ടാസ് ചോദ്യം ചെയ്തു. RD Extra, ന്യൂസ് മലയാളം. യൂണിഫോം ധരിക്കാതെയും നെയിം പ്ലേറ്റ് ഇല്ലാതെയുമാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരാൾ ഐഷെ ഘോഷിനെ അറസ്റ്റ് ചെയ്യാനെത്തിയത്. ജോൺ ബ്രിട്ടാസ് MP ഇത് ചോദ്യം ചെയ്തപ്പോൾ മഴയായതുകൊണ്ട് യൂണിഫോം ഇട്ടില്ല എന്നാണ് അവർ നൽകിയ വിശദീകരണം. ആ ദൃശ്യങ്ങളിലേക്ക്. Where is your badge? Where is your uniform? Can you just come like this? Sir, you are not answering my question. I am a lawmaker. I am a parliament member. मैं आपको एक्सप्लेन कर Why? Tell me. आज मेरा हाई कोर्ट मैटर था. Yeah. हाई कोर्ट मैटर अटेंड करने के बाद जब मैं रास्ते से आ रही थी, I have not... काफी बारिश थी, इसके वजह से मेरी यूनिफॉर्म भीग चुकी थी. Please listen to me. अभी भी थाने में. No, please listen to me. Please listen to me. You are a police officer. You must have attended the high court. Since you are in a police action now, you should be in your uniform. യൂണിഫോം ഇല്ല. അവർ ഹൈക്കോടതിയിൽ നിന്ന് വരുവാണ്. മഴയായതുകൊണ്ട് യൂണിഫോം ഇട്ടില്ല എന്ന് പറയുന്നത്. മഴയായതുകൊണ്ട് ഏത് അറസ്റ്റ് ചെയ്യാൻ വരുന്ന ഒരാളാണ്. നെയിം പ്ലേറ്റും ഇല്ല. നെയിം പ്ലേറ്റ് ഇല്ലാതല്ലേ ആൾക്കാരെ അവർ ആക്രമിച്ചത് ഡൽഹി പോലീസ്, മറ്റേ കേന്ദ്രസേന. നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിന് പഠിക്കുകയാണെന്ന് തോന്നുന്നുവെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. സോനം വാങ്ചുക്കിനെ സമരപ്പന്തലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയതുപോലെ ഐഷെ ഘോഷിനെ പാർട്ടി ഓഫീസിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകാനുള്ള പദ്ധതിയാണ് മോദിയും അമിത്ഷായും ഡൽഹി പോലീസും ഒരുക്കിയതെന്നും MA ബേബി പറഞ്ഞു. പാർലമെന്റ് സെഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ്, ജനപ്രതിനിധികളെല്ലാം ഡൽഹിയിലുള്ളപ്പോഴാണ് ഇത്ര വലിയ ക്രിമിനൽ കുറ്റം ആണിവർ കാണിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സോനം വാങ്ചുക്കിനെ എങ്ങനെയാണോ സമരസ്ഥലത്ത് നിന്നും തട്ടിക്കൊണ്ടുപോയത്, അതുപോലെ ഐഷെ ഘോഷിനെ പാർട്ടി ഓഫീസിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകാനുള്ളൊരു പദ്ധതിയാണ് മോഡിയും അമിത്ഷായും ഡൽഹി പോലീസും കൂടെ ചേർത്ത് തയ്യാറാക്കിയതെന്ന് വേണം അനുമാനിക്കാൻ. എന്തും ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റും എന്ന മട്ടിലാണ്. ഇപ്പോൾ നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിന് പഠിക്കുകയാണെന്ന് തോന്നുന്നു. സനീഷ്, ഈ ഐഷെ ഘോഷ് ഡൽഹിയിൽ നിറഞ്ഞു നിൽക്കുന്ന എല്ലാ വിദ്യാർത്ഥി സമര വേദികളിലും ഏറ്റവും സജീവമായ രംഗത്തുള്ളയാളാണ്. ഈ സമരമുഖത്ത് തന്നെ ആദ്യന്തമുണ്ടായിരുന്നയാളാണ് ഐഷെ ഘോഷ്. അപ്പോൾ അങ്ങനെ ഒരാളെ ഈ കോടതിയുടെ നിലപാട് നിലനിൽക്കെ, കോടതിയുടെ കൃത്യമായ ഒരു മാർഗനിർദ്ദേശം നിലനിൽക്കെ അതെല്ലാം അതിലംഘിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം ഡൽഹി പോലീസ് നടത്തിയിരിക്കുന്നതും ഒരു ദേശീയ പാർട്ടിയുടെ ഓഫീസിൽ, അതിൻ്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിലേക്ക് അതിക്രമിച്ച് കടന്നുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു അറസ്റ്റിന് ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്തൊത്തുതീർപ്പ് വ്യവസ്ഥയുണ്ടായാലും കോടതി എന്ത് പറഞ്ഞാലും അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് തന്നെയാണ് ഡൽഹി പോലീസ് കാണിച്ചു തരുന്നത്. നിശ്ചയമായിട്ടും ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഗൗരവമുള്ള കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് സത്യത്തിൽ ഹർഷ ഇത് കണ്ടപ്പോൾ, പ്രത്യേകിച്ചും ബേബിയൊക്കെ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ കണ്ടപ്പോൾ, നമ്മുടെ സുഹൃത്തായിട്ടുള്ളൊരു മാധ്യമപ്രവർത്തകൻ ഈ CJP സമരം കഴിഞ്ഞന്ന് രാത്രി
ഞാൻ പിറ്റേന്നാണ് കണ്ടത്, അദ്ദേഹം ബേബിയെയും മറ്റുമൊക്കെ വലിയ തോതിൽ പരിഹസിക്കുന്നത്. എട്ടുകാലി മമ്മൂഞ്ഞെന്ന് വിളിച്ചത്. എട്ടുകാലി മമ്മൂഞ്ഞാണ്, ഇവർക്കിതിനകത്ത് യാതൊരു പങ്കാളിത്തവും ഇല്ലാത്ത ഇവരെന്തിനാണ് ഇതിൻ്റെ ഒരു നേതൃത്വമൊക്കെ വന്ന് അവകാശപ്പെടുന്നത് എന്ന മട്ടിൽ അദ്ദേഹം പരിഹസിക്കുന്നതൊക്കെ കേട്ടത് നമ്മൾ കേട്ടല്ലോ, അതെല്ലാവരും കേട്ടതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള അറിവും പിന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായവും അല്ല ഈ ഡൽഹി പോലീസിനും അവർക്ക് പിന്നിലുള്ള ആളുകൾക്കും ഈ RSSന് തന്നെയും രാജ്യം ഭരിക്കുന്ന BJP സർക്കാരിൻ്റെ പിന്നിലെ രാജ്യത്തെ ഏറ്റവും വലിയ സംഘടനയായ, ലോകത്തെ തന്നെ ഏറ്റവും വലിയ സംഘടനയായ RSSന് തന്നെയും അദ്ദേഹത്തിന് അഭിപ്രായമല്ല എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ഒന്ന്, ഓർഗനൈസറുടെ ലേഖനത്തിൽ ഈ CJP പ്രൊട്ടസ്റ്റിൻ്റെ ടോട്ടൽ കുറ്റവാളികളായിട്ട് കുറ്റപ്പെടുന്നത് ഈ CPM-മാരെ SFI-ക്കാരെയാണ്. ഇവരുടെ ഫോട്ടോ, ഈ ഐഷേ ഘോഷിൻ്റെ ഫോട്ടോ ഉൾപ്പെടെയാണ് ആ ലേഖനം അടിച്ചു വെച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ CJP-യുടെ ഏതെങ്കിലും നേതാക്കളെല്ലാം അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൽഹി പോലീസ് പോയിരിക്കുന്നത് ഈ SFI-കാരിയായിട്ടുള്ള 30 വയസ്സുള്ള ആ ഒരു യുവ നേതാവിനെയാണ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുന്നത്. ആളും മനുഷ്യനും ഇല്ലാത്ത, അതായത് നമ്മുടെ തന്നെ അറിവിൽ എത്രയോ MP-മാരുണ്ടായിരുന്നൊരു കാലം CPM-നും CPI-ക്കും ഒക്കെ ഉണ്ട്, ഇടതുപക്ഷ പാർട്ടികൾക്കുണ്ട്. ഇപ്പോൾ അത്രക്കൊന്നും ശക്തിയില്ലാത്ത ഈ പാർട്ടി ഓഫീസിലേക്കാണ് സത്യത്തിൽ ഇവർ കയറി ചെന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അപ്പോൾ എന്താണ് CJP പ്രൊട്ടസ്റ്റ് ഈ രാജ്യത്തിൻ്റെ ചരിത്രം, രാഷ്ട്രീയ ചരിത്രം കണ്ട ഏറ്റവും സുപ്രധാനമായ പ്രൊട്ടസ്റ്റിൽ CPM-നും അവരുടെ സംഘടനകൾക്കുള്ള പങ്ക് എന്നത് സംബന്ധിച്ച സംശയത്തിൻ്റെ കാര്യമേ ഇല്ല. അത് എട്ടുകാലി മമ്മൂഞ്ഞായതുകൊണ്ടല്ല, അവരാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ അവകാശികളെന്നത് മറ്റെല്ലാവരും തിരിച്ചറിയുന്നു എന്നൊരു കാര്യമാണ് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നതായിട്ട് ഞാൻ കാണുന്നത്. ഇതിപ്പം എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ചോദിച്ചാൽ, ഇതിൽ നിന്ന് നമ്മൾ CJP സമരക്കാർ മനസ്സിലാക്കുന്നുണ്ടാകുന്ന ഒരു കാര്യം, CJP പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട് ഇവർ വാഗ്ദാന ലംഘനം നടത്തില്ല എന്ന് വിചാരിക്കുക. കാരണം വീണ്ടും ഇന്നലെ പറഞ്ഞല്ലോ, ഞങ്ങൾ വീണ്ടും സമരത്തിലേക്ക് പോവുകയാണെങ്കിൽ ഞങ്ങൾ വീണ്ടും സമരത്തിലേക്ക് പോകേണ്ടി വരുമെന്ന് സൗരവ് ദാസ് പറഞ്ഞപ്പോൾ ഇല്ല, കേസുകളെല്ലാം പിൻവലിച്ചുകൊള്ളാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു, അശ്വത്ഥാമാവെന്ന ആന എന്ന് പതുക്കെ പറഞ്ഞതുപോലെ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഈ CJP പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട കേസുകളിൽ നിങ്ങൾക്കെതിരെ ആക്ഷൻ ഉണ്ടാകില്ല എന്നാണ്. നാളെ സൗരവ് ദാസ് വാഹനം ഓടിച്ച് പോകുമ്പോൾ വല്ല സ്പീഡ് കൂടിയാലോ മറ്റുള്ള എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റും. അഭിജിത്ത് ദീപ്കയെ മറ്റെന്തെങ്കിലും കാര്യത്തിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റും. CJP പ്രൊട്ടസ്റ്റിൻ്റെ കാര്യത്തിൽ മാത്രമേ ഞങ്ങൾ നിങ്ങളെ അറസ്റ്റ് ചെയ്യില്ല അല്ലെങ്കിൽ നിയമ നടപടികൾ എടുക്കില്ല എന്ന വാക്ക് മാത്രമേ അവർ കൊടുത്തിട്ടുള്ളൂ എന്നത് നാളെ പറയാൻ ഉതകുന്ന തരത്തിലൊരു സംഭവമാണിപ്പോൾ അവിടെ ചെന്നിട്ട് മറ്റേതോ ഒരു കേസിൽ എത്രയോ വർഷമായിട്ട് എത്രയോ ഉള്ള ഒരു കേസിൽ ഇന്ന് ചെന്നിട്ട് ഐഷേ ഘോഷിനെ കസ്റ്റഡിയിലെടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അവിടെ ജോൺ ബ്രിട്ടാസ് വളരെ ഷാർപ്പായിട്ട് ഈ ഒരു ദേശീയ പാർട്ടിയുടെ ആസ്ഥാനത്തേക്ക് ഇങ്ങനെ യൂണിഫോം പോലും ഇല്ലാതെ, നെയിം ബാഡ്ജ് പോലും ഇല്ലാതെ കയറി വന്നിട്ട് അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. അവർ പോയി. അവർ തിരിച്ചു പോകേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അവർ പ്രോപ്പറായിട്ട് അല്ല ഈ അറസ്റ്റ് നടപടികളിലേക്കോ അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കാനുള്ള നടപടികളിലേക്ക് കടന്നതെന്ന് വളരെ വ്യക്തമല്ലേ? അവർ നിയമം പാലിച്ചുകൊണ്ട് ഒരു നിയമലംഘനവും ഇല്ലാതെ വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ നടപ്പാക്കാനായിട്ടാണ് വന്നതെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും ഈ കസ്റ്റഡിയിലെടുത്തിലേ പോകൂ. രാജ്യത്തെ നിയമങ്ങൾ CPM-നാണെങ്കിലും CPI-ക്കാണെങ്കിലും MP-മാർക്കാണെങ്കിലും ഏത് പാർട്ടിക്കാണെങ്കിലും ഏത് പാർട്ടി ആസ്ഥാനത്താണെങ്കിലും ഒരുപോലെയല്ലേ? അപ്പോൾ നിയമലംഘനം നടന്നു, ശരിയാം വിധമല്ല അങ്ങോട്ട് പോയതെന്നത് സുവ്യക്തമായതുകൊണ്ടാണ് ഈ ആൾ തിരിച്ചങ്ങോട്ട് പോയത്. ഞാൻ വിചാരിക്കുന്നത് അവരെ ഫോൺ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ അവിടെ പോയിട്ട് അറസ്റ്റ് ചെയ്തേക്ക്, കസ്റ്റഡിയിലെടുത്തേക്ക് ആ ഐഷേ ഘോഷിനെ എന്നീ പോലീസുകാരോട് പറയുകയും ഇത് നിസ്സാരം എന്ന മട്ടിൽ അവരപ്പുറത്ത് നിന്ന് ഉടുത്ത ഡ്രസ്സാലെ നേരെ പോയിട്ട് ഇങ്ങോട്ട് തന്നേക്ക്, ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്നതാണെന്ന് പറഞ്ഞു. ഇങ്ങനൊരു പ്രതിഷേധം അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഈ നെയിം ബാഡ്ജ് വെക്കാതെ പോലീസ് ആക്ഷനിൽ ഏർപ്പെട്ടു എന്നത് ഇത്രയും വലിയ രൂക്ഷമായുള്ള വിമർശനത്തിന് കാരണമായിട്ടും അത് ഈ പറയുന്ന തരത്തിൽ വലിയ തോതിൽ ചർച്ചകളിലും മറ്റും വന്നിട്ടും സുപ്രീം കോടതിയുടെ മുമ്പാകെ പോലും ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിരിക്കുകയും ഈ ഡൽഹി പോലീസ് ഇതാണ് ചെയ്യുന്നത്. ഈ ഡൽഹി പോലീസ് ഈ കാര്യങ്ങൾ പഠിക്കുന്നില്ല എന്നത് അവർക്ക് പിന്നിലുള്ള ആളുകൾ അവരെ അതിലേക്ക് പ്രേരിപ്പിക്കുന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ. ഡൽഹി പോലീസിൻ്റെ പ്രമാദമായ മറ്റൊരു സംഭവം നമ്മുടെ മുമ്പിലുണ്ട്, ഇടതുപക്ഷ കക്ഷികളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഹർഷ. അതായത് പ്രബീർ പുരകായസ്ഥ, ലെഫ്റ്റ് ക്ലിക്കിൻ്റെ എഡിറ്റർ, അദ്ദേഹത്തെ ചൈന ബന്ധം, ഇതേ സംഭവമായിരുന്നു. ചൈന ബന്ധം, ചൈനാചാരനാണ്, ചൈനയിൽ നിന്ന് പണം സ്വീകരിച്ചിട്ട് രാജ്യവിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ 1 വർഷത്തോളം ജയിലിൽ കൊണ്ടുപോയിട്ടു. 1 വർഷത്തോളം സുപ്രീം കോടതി അതെടുത്ത് താഴെയിട്ടു. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഈ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് കംപ്ലീറ്റ് ആയിട്ടുള്ള നിയമലംഘനമാണ്, ഗ്രോസ് വയലേഷനാണ് മനുഷ്യാവകാശ ലംഘനങ്ങളുടേത് എന്ന് അങ്ങനെ തന്നെ കോടതി എഴുതി വെച്ചു ആ ഉത്തരവിൽ. അതായത് ഇത് മാനുഷികമായിട്ടുള്ള അവകാശങ്ങളുടെ ലംഘനമാണ്, അങ്ങേയറ്റം ഇല്ലീഗലാണ് എന്ന്, ഇല്ലീഗലെന്നും ഗ്രോസ് വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് എന്നും കൂടെ എഴുതിയിട്ടാണ് ആ ഉത്തരവ് കോടതി പുറത്തേക്ക് വിട്ടത് പ്രബീർ പുരകായസ്ഥയോട്. പ്രബീർ പുരകായസ്ഥ ഇതുപോലെ 1 വർഷം അദ്ദേഹത്തിൻ്റേത് അവിടെ അങ്ങ് ബ്ലോക്ക് ചെയ്യാൻ ഇവർക്ക് പറ്റി. എന്നിട്ട് അത് സംഭവിച്ചതിന് ശേഷമാണ് ഈ ഡൽഹിയിൽ ഈ പോലീസ് ഇന്ന് വീണ്ടും ഇത് ചെയ്യുന്നത്. അതായത് രാജ്യ തലസ്ഥാനത്തിൻ്റെ പോലീസ് എന്നത് രാജ്യത്തെ ഭരണകൂടത്തിൻ്റെ കയ്യിലാണ്. ഡൽഹി ഒരു സംസ്ഥാനമായിട്ടോ അല്ലെ കേന്ദ്രഭരണ പ്രദേശമായിട്ടാണല്ലോ നിൽക്കുന്നത്. അവിടുത്തെ പോലീസ് ഈ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കൈവശമാണ്, എന്ന് വെച്ചാൽ BJP സർക്കാരിൻ്റെ കൈവശമാണ്, ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കൈവശമാണ്. ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഈ നാട്ടിൽ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾക്ക് നേരെ വെടിവെപ്പ്,
അതുപോലെ നമ്മൾ അടുത്ത വിഷയം വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. വെടിവെപ്പ്, ഈ പറയുന്ന പെല്ലറ്റ് ഗണ്ണുകളുടെ ഉപയോഗം, AK-47 ഉപയോഗം, ഇതൊക്കെ ഉണ്ടായിട്ടും ഈ ഡൽഹി പോലീസിന് ആരാണ് അനുമതി കൊടുക്കാതെ ഇത് ചെയ്യാൻ പറ്റില്ല? ഡൽഹി പോലീസിന്. അത് കഴിഞ്ഞതിന് ശേഷവും ഇങ്ങനൊരു കാര്യം ഇല്ലീഗലായിട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാനിത് ഇന്നിപ്പോൾ അവസാനിക്കുമെന്ന് വിചാരിക്കുന്നില്ല. ഒരുപക്ഷെ അവരും CPM-കാരും പ്രതീക്ഷിക്കുന്നുണ്ടാവും, ഐഷേ ഘോഷും പ്രതീക്ഷിക്കുന്നുണ്ടാവും, ജോൺ ബ്രിട്ടാസും പ്രതീക്ഷിക്കുന്നുണ്ടാവും. ഇന്ന് രാത്രി ഒരുപക്ഷെ വന്ന് കസ്റ്റഡി എടുക്കാനുള്ള യൂണിഫോം ഇട്ടിട്ട് നെയിം ബാഡ്ജും വെച്ചിട്ട് 2 പേപ്പറൊക്കെ എടുത്തിട്ട് വന്ന് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകാനുള്ള സാധ്യത ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇത് കാണാത്ത ആളുകളായിരിക്കില്ല അവർ. പ്രബീർ പുരകായസ അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്നയാളാണ്. ഇതേപോലെ ഒരു സമഗ്രാധിപത്യ സംവിധാനം ഉണ്ടായിരുന്ന കാലത്ത് ഈ പറയുന്ന തരത്തിൽ ശിക്ഷിക്കപ്പെട്ട ആളാണ്. എന്ന് വെച്ചാൽ കാരണമില്ലാതെ ജയിലിൽ കൊണ്ടുപോയി ഇടേണ്ടി വന്ന ആളാണ് പ്രബീർ പുരകായസ. അദ്ദേഹം ആ അടിയന്തരാവസ്ഥയെ എതിർത്തിയ ആളുകളാണ് നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ BJPയും ഒക്കെ ആ കാലത്ത്. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഇതേ പ്രബീർ പുരകായസ്ഥയോട് ഇതുപോലെ പിടിച്ച് ജയിലിലേക്ക് കൊണ്ടുവിടുകയും ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇല്ലീഗലായിട്ട് അറസ്റ്റ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് നല്ല ചീത്ത വിളിച്ചിട്ട്, അതായത് അഗ്രസീവായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് കോടതി ഡൽഹി പോലീസിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയാണ്. ഇപ്പോൾ വീണ്ടും ഇവരിത് ചെയ്തിരിക്കുകയാണ്. ഇത് SFI-കാരോട്, എന്തുകൊണ്ട് SFI-കാരോടെന്ന് ചോദിച്ചാൽ നമ്മുടെ മുമ്പിൽ ഉത്തരവുണ്ട്. അതായത് ഇപ്പോൾ അവർ സംഘപരിവാരത്തിൻ്റെ രാഷ്ട്രീയ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ ഒരു അല്പം സന്തോഷത്തോടെയാണ് ഇതിനെ കാണുന്നത്. കാരണം ഇവരാണ്, ചൈനാചാരന്മാരൊക്കെയാണ് ഇതിന് പിന്നിൽ എന്ന് അവർക്ക് പ്രചരിപ്പിക്കാനുള്ള ഇടം കിട്ടും. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ സുഹൃത്തിനെ പോലെ ഇക്കാര്യങ്ങൾ CPM-ന് അത്ര രാഷ്ട്രീയ ശേഷിയൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾക്കൊരു സങ്കടം ഉണ്ടാകുമെങ്കിലും ഈ അഭിജിത് ദീപ്കയും അശുതോഷ് റാങ്കയും പോലുള്ള ആളുകൾ, സൗരവ് ദാസും പോലുള്ള ആളുകൾ, ഇടതുപക്ഷ സംഘടനകൾ SFI-യും AISF-ഉമാണ് ഇതിന് വേണ്ട പിന്തുണ മാത്രമല്ല ഗൈഡൻസ് കൂടെ തന്നതെന്നാണ്. അശുതോഷ് റാങ്കയുടെ ഈ CJP പ്രൊട്ടസ്റ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള ട്വീറ്റിൽ നന്ദി പറയുന്ന 2 സംഘടനകൾക്കാണ്, SFI-ക്കും AISF-നുമാണ്. ICIM അതിനകത്തില്ല, കോൺഗ്രസ് പാർട്ടി അതിനകത്തില്ല. SFI-ക്കും AISF-നും അദ്ദേഹം പറയുന്ന ഈ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ട്വീറ്റിൽ അശുതോഷ് റാങ്ക എന്ന് പറയുന്ന ഈ കേന്ദ്രമന്ത്രിമാർക്കൊപ്പം ഈ ചർച്ചയിലിരുന്ന് നമ്മൾ കണ്ട 2 പേരിൽ ഒരാളായിട്ടുള്ള അദ്ദേഹം, എന്ന് വെച്ചാൽ ഈ CJP നേതൃത്വത്തിൻ്റെ നമ്പർ 2 നമ്പർ 1 ആയിട്ടുള്ള ആൾ പറഞ്ഞിരിക്കുന്നത് SFI-യും AISF-ഉം അവർ പിന്തുണച്ചു എന്ന് മാത്രമല്ല, അവർ ഗൈഡൻസ് തന്നു എന്നുകൂടി എഴുതി വച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സമരത്തിന് ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ യുവത്വത്തിൻ്റെ ആകപ്പാട് ആവശ്യമായിരുന്ന ഈ സമീപകാലത്ത് 10-12 വർഷക്കാലത്തിന് ശേഷം ആദ്യമായിട്ട് വിജയിച്ച ഒരു സമ്പൂർണ്ണമായിട്ട് വിജയിച്ച ഈ കേന്ദ്ര സർക്കാരിനെ അടിമുടി പിടിച്ചു കുലുക്കിയ ഈ സമരത്തിൻ്റെ പിന്നിൽ ആ ഗൈഡൻസ് ആയിട്ട് നിന്നത് SFI-യും AISF-ഉം ആണെന്ന് ഇവർ തന്നെയും CJP-ക്കാർ തന്നെയും പറയുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ അക്കാര്യത്തിൽ നല്ല ധാരണയുണ്ട്, ഇവരാണ് കുഴപ്പക്കാർ. ഇത് നമ്മൾ ഇന്നലെയും പറഞ്ഞു, 12 വർഷം അല്ലെങ്കിൽ 13-14 വർഷം പരാജയമേ ഇല്ലാതെ മുന്നോട്ട് പോയ ഒരു സർക്കാരാണ്, കേന്ദ്ര സർക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്നത്. അവർ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് തോൽപ്പിച്ചിടങ്ങളിൽ പോലും അവർ വഴിയിലൂടെയും സാമ്പത്തികമായിട്ടും മറ്റുള്ള അധികാര കരുത്തുകൊണ്ട് അവർ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ സമ്പൂർണ്ണമായിട്ട് എപ്പോഴും വിജയിക്കുക മാത്രം 10-12 വർഷക്കാലം 10-12 വർഷക്കാലത്തിന് മുമ്പാണെങ്കിലും ഉണ്ടായിട്ടുള്ള ഈ ടീമിന് അങ്ങേയറ്റം രോഷം ഈ സമരം നടത്തിയ ആളുകളോടുണ്ട്. സ്വാഭാവികമായിട്ടും ഐഷേ ഘോഷ് അടക്കമുള്ള ആളുകളെ അവർ അറസ്റ്റ് ചെയ്യാനും മറ്റും ശ്രമിക്കും. അങ്ങനെ ശ്രമിച്ചാൽ എന്താണ് ഉണ്ടാവുക എന്ന് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞാണ്. ഇപ്പോൾ പാർലമെൻറ്റിൽ പ്രിയങ്ക ഗാന്ധി ചിരിച്ചുകൊണ്ടാണ് ഇവരെ നേരിട്ട്, നമ്മളത് അടുത്ത വിഷയമായിട്ട് ചർച്ച ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിനകത്ത് ജോൺ ബ്രിട്ടാസിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ ഷാർപ്പായിട്ട് സംസാരിക്കാൻ. അപ്പോൾ മുൻഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത് പോലുള്ള സമ്പൂർണ്ണ വിജയത്തിൽ നിൽക്കുന്ന ഒരു സർക്കാരല്ല, കേന്ദ്ര സർക്കാരല്ല. അതിൻ്റെ രോഷവും അവരുടെ ഉള്ളിൽ തിളക്കുകയാണ്. അതായത് അവരുടെ ആളുകൾക്കകത്ത് അവരുടെ ആളുകൾക്കൊരു മെസ്സേജ് അവർക്ക് കൊടുത്തേ പറ്റൂ. അതായത് ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റും, ഞങ്ങൾ ഇവരെ അടിച്ചമർത്തിക്കൊള്ളാമെന്ന് അവരുടെ ആളുകൾക്കൊരു മെസ്സേജ് കൊടുത്തേ പറ്റൂ. ഇവർക്കെതിരെ ശക്തിയായിട്ട് നടപടിയെടുക്കൂ. ഇപ്പോൾ ഇന്നലെ TG മോഹൻദാസിനെ പോലെ അത്ര വൃത്തികെട്ട വർത്തമാനം പറയുന്നില്ലെങ്കിലും ആളുകളുടെ ഉള്ളിൽ ഇത് നല്ല അടിവെച്ച് കൊടുക്കണം എന്നൊരു തോന്നലുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തേ പറ്റൂ ഈ കേന്ദ്ര സർക്കാരിന്. അപ്പോൾ ആ നിലക്കുള്ള കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ SFI എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരായിട്ടുള്ള ആളുകളാണ് എന്ന് വിചാരിക്കരുത്. അവരുടെ പിന്നിൽ ഇപ്പോൾ CJP-ക്കാർ കൂടെയുണ്ട് എന്ന് മാത്രമല്ല, ഇത് SFI-ക്കാർക്കെതിരെയുള്ള ഈ നടപടിയെ വളരെ ശക്തമായിട്ടായിരിക്കും ആളുകൾ ഇതെടുക്കുക. ഇതിനകത്ത് ഐഷേ ഘോഷിനെ എന്തുകൊണ്ട് ലക്ഷ്യമിടുന്നു എന്ന് ചോദിച്ചാൽ അവർ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളിൽ ഒന്നായിരുന്നു എന്ന് മാത്രമല്ല ഹർഷ, ഉത്തർപ്രദേശിൽ ജുനൈദ് ഖാൻ എന്ന് പറയുന്ന ഒരു യുവാവിനെതിരെ അവർ ഉത്തർപ്രദേശ് സർക്കാർ അതികർക്കശമായുള്ള നടപടികൾ, ശിക്ഷാ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കുടുംബത്തിനൊക്കെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാദ്യം വോക്കലി വളരെ ശക്തമായിട്ട് വന്ന് ഇപ്പോഴും വീഡിയോയുടെ കിടക്കുകയാണ്. വന്ന് സംസാരിച്ച ആൾ ഐഷേ ഘോഷാണ്. ഐഷേ ഘോഷിൻ്റെ ഫോട്ടോ നമ്മൾ നോക്കുമ്പോൾ കൈയെല്ലാം അടികൊണ്ട് പൊട്ടിയിട്ട് തലയിൽ വലിയ കെട്ടൊക്കെ കെട്ടിയിട്ട് നിൽക്കുന്ന ഒരു ചെറിയ പെൺകുട്ടിയാണ് നമ്മൾ കാണുക. അപ്പോൾ അവർക്കിത് ചെറിയ കാര്യം, പുതിയ കാര്യമല്ല. പക്ഷേ എങ്കിലും ഇത് നേരത്തെ നമ്മൾ ഇന്നലെ അത് പറഞ്ഞാണ്, ഇങ്ങനെ തന്നെയാണ് സർക്കാർ പോകുന്നതെങ്കിൽ, അതായത് ഞങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മേൽ വിജയം നേടും, അടിച്ചാണെങ്കിൽ അടിച്ച്, നിയമലംഘനം നടത്തി ബാഡ്ജ് അണിയാതെ സാധാരണ ഒരു ഉടുപ്പാലെ അങ്ങ് വന്നിട്ട് നിങ്ങൾ കസ്റ്റഡിയിലെടുക്കുന്ന പോലുള്ള നിയമലംഘനങ്ങളാണ്, അങ്ങനെ നിങ്ങളെ ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്നാണ് കേന്ദ്ര സർക്കാർ
വിചാരിക്കുന്നതെങ്കിൽ, നിലപാടെങ്കിൽ അത് കുറെ കൂടെ ശക്തമായുള്ള സമരങ്ങളും മറ്റും നമ്മൾ കാണേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നല്ലേ? അതെ, തീർച്ചയായും. അതിനകത്ത് സനീഷ്, ഇതിൽ ഈ ഇടതുപക്ഷം തുടർച്ചയായി ഈ സർക്കാരിനെതിരെയും BJPക്കെതിരെയും ഒക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. അതായത് ഭരണഘടനയോടും ഈ നിയമ സംവിധാനത്തോടും നിയമവ്യവസ്ഥയോടും അല്ലെങ്കിൽ ഈ പാർലമെൻറ്റിനോട് തന്നെയും വിധേയപ്പെടാത്ത ഒരു സംവിധാനമായി തന്നെയാണ് ഇവർ ഈ ഭരണം നടത്തിക്കൊണ്ടു പോകുന്നത്. ഈ BJP ഈ ഭരണം നടത്തിക്കൊണ്ടു പോകുന്നത് എന്നുള്ളത് ഇടതുപക്ഷം ഉന്നയിക്കുന്ന ആരോപണമാണ്. അത് ശരിവയ്ക്കുന്ന, അതായത് ഇവരുടെ ഈ ആരോപണം ശരിയാണ് എന്ന് വീണ്ടും വീണ്ടും സ്ഥാപിക്കുന്ന നടപടികളിലേക്ക് സർക്കാർ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഒക്കെ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. അതായത് അത് നമുക്ക് വളരെ അത് ദൃശ്യങ്ങളായി നമുക്ക് കാണാം അതിൻ്റെ അടയാളങ്ങൾ. ഇപ്പോൾ ഡൽഹിയിലെ ഈ നടപടി എടുത്തു നോക്കൂ. CJP പ്രക്ഷോഭത്തിന് നേരെയുള്ള പോലീസ് നടപടിയിൽ പോലീസ് ഉദ്യോഗസ്ഥരാരും ഈ നെയിം പ്ലേറ്റ് ഒന്നും വെക്കാതെയാണ് വരുന്നത്. അതായത് ഡൽഹി പോലീസിൻ്റെ ഉദ്യോഗസ്ഥരാരും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരാരും നെയിം പ്ലേറ്റ് ഒന്നും ഇല്ലാതെയാണ് വരുന്നത്. അതിൻ്റെ ആവശ്യമില്ല. അത് ചോദ്യം ചെയ്യപ്പെട്ടാൽ പോലും ഇതൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് പോകത്തേ ഉള്ളൂ, ഇതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് എങ്ങനെയാണ് അതൊരു വെള്ളരിക്ക പട്ടണത്തിലല്ലേ സംഭവിക്കുകയുള്ളൂ. കാരണം അരാജകത്വം നിലനിൽക്കുന്ന ഒരു സ്ഥലത്തെ ആ രൂപത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവതരിക്കാൻ കഴിയും. അതുതന്നെയാണ് ഇന്നിപ്പോൾ AKG ഭവനിലും സംഭവിച്ചത്. ആ പോലീസ് ഉദ്യോഗസ്ഥ അവർ വന്നത് ഒരു സ്വകാര്യ വാഹനത്തിലാണ്. 2 യൂണിഫോം ഇല്ലാത്ത സിവിൽ ഡ്രസ്സിൽ 2 പോലീസ് ഉദ്യോഗസ്ഥരാണ് ആദ്യം എത്തുന്നത്. അവർക്ക് പിന്നാലെ 2 യൂണിഫോംഡ് ഓഫീസേഴ്സ് കൂടി അവിടേക്ക് എത്തുകയാണ്. പക്ഷേ ഇതിൽ നടപടി സ്വീകരിക്കേണ്ട ഉദ്യോഗസ്ഥ അവർ പോലീസാണെന്ന് തെളിയിക്കാനുള്ള ഒരു രേഖയും കയ്യിലില്ല. ഈ കയ്യിൽ ഈ പറയുന്ന വാറണ്ടും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നതെങ്കിലും ഇവർ പോലീസാണ് എന്ന് തെളിയിക്കാനുള്ള അതായത് അവരുടെ ID കാർഡില്ല, അവരുടെ നെയിം ബാഡ്ജില്ല, യൂണിഫോം ഇല്ല, ഒന്നും ഇല്ലാതെയാണ് വന്നിരിക്കുന്നത്. ഇത് നിയമപരമായി തെറ്റാണ്. അതറിഞ്ഞിട്ടും അവിടെ വന്നിരിക്കുന്നു. അതായത് ഈ CJP പ്രൊട്ടസ്റ്റിനകത്ത് നിന്ന് ഈ നെയിം പ്ലേറ്റ് വയ്ക്കാതെ അവിടെ ഈ പറയുന്ന പെല്ലറ്റ് ഗണ്ണും അല്ലെങ്കിൽ ചില്ലി ബോംബും ഒക്കെ പ്രയോഗിച്ച അതേ മാനസികാവസ്ഥയിൽ തന്നെയാണ് ഒരു ദേശീയ പാർട്ടിയുടെ ആസ്ഥാനത്തേക്ക് ഇരച്ചു കയറി വന്നിരിക്കുന്നതെന്ന് ഓർക്കണം. അതേ അവസ്ഥയിൽ തന്നെ ബ്രിട്ടാസ് യഥാസമയം അവിടെ ഇടപെടുകയും രൂക്ഷമായി ചോദ്യം ചെയ്യുകയും ചെയ്തതുകൊണ്ടാണ് അവർ തിരിച്ചു പോയത്. അവരെന്നേക്കുമായി തിരിച്ചു പോയതല്ല. അവർ തിരിച്ചു വരും. അവർ യൂണിഫോം ഇട്ട് തിരിച്ചു വരിക തന്നെ ചെയ്യും. ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതിനാണ് സാധ്യത. 30-ാം തീയതി ഇവരുടെ ഈ കേസ് കോടതിയിൽ വരാനിരിക്കുകയാണ്. ഈ കേസ് ഈ 30-ാം തീയതി ഐഷ ഘോഷിൻ്റെ കേസ്. എന്താണ് കേസ്? അത് 2021 ബംഗ്ലാ ഭവന് മുന്നിൽ ഒരു സമരം ചെയ്തതാണ് കേസ്. അപ്പോൾ സ്വാഭാവികമായും എല്ലാ സമരങ്ങളിലും ഈ സമരങ്ങളിൽ എടുക്കുന്ന വകുപ്പുകൾ തന്നെ ചുമത്തിയാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. ട്രസ്പാസാണ്. അതായത് ഈ ബംഗ്ലാ ഭവൻ്റെ ഗേറ്റ് കടന്ന് അപ്പുറത്തേക്ക് കടന്നിട്ടാണ് സമരം നടന്നിരിക്കുന്നത്. ഇതാണ് കേസ്. അതിനാണ് ഇന്ന് ഈ കാണിച്ച അരങ്ങ് മുഴുവൻ. 30-ാം തീയതി കേസ് വരാനിരിക്കുകയാണ്. ഇതിൽ സനീഷ്, നമ്മൾ കഴിഞ്ഞ ദിവസവും ചർച്ച ചെയ്തതുപോലെ ഈ പ്രതികാര ബുദ്ധിയോടെ തന്നെ ഡൽഹി പോലീസ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ, ആഭ്യന്തര വകുപ്പ് തുടർച്ചയായ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അതിന് ഒന്നാമത്തെ കാരണം ആ ജുനൈദിന് നേരെ നടന്ന ഇടപെടലാണ്, പോലീസിൻ്റെ അതിക്രമമാണ്. അതായത് അവിടെ ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ അതിക്രമമാണ്. ആ നിലയ്ക്കുള്ള ഇടപെടൽ അവിടെ നടന്നിട്ടുണ്ട്. അവരുടെ വീട്ടുകാരെ ഉപദ്രവിക്കുന്നു, അയാളെ ഉപദ്രവിക്കുന്നു. രണ്ടാമത് ഇപ്പോൾ വന്നിരിക്കുന്നത് ഐഷ ഘോഷിനെതിരെയാണ്. ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഐഷ ഘോഷ് SFIയുടെ നേതാവാണ്. SFI എന്ന് പറയുന്നത് നിരന്തരമായി ഇവിടെ വിദ്യാർത്ഥികൾക്കിടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയിൽപ്പെട്ടവർക്കെതിരെ പഴയ കേസുകളുണ്ടാവും. ആ പഴയ കേസുകളിലെല്ലാം നടപടി. ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നതും ധാരണയായിരിക്കുന്നതും എന്താണ്? ഇപ്പോഴുള്ള കേസുകൾ, ഈ ജന്തർ മന്തർ പ്രക്ഷോഭം അല്ലെങ്കിൽ ഈ നീറ്റ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കേസെടുക്കരുത് എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. നീറ്റ് അല്ലാത്ത സകല കേസിലും ഈ വിദ്യാർത്ഥികൾ, അതിപ്പോൾ SFIക്കാർ മാത്രമല്ല, ASFകാർക്കെതിരെ ഇതുപോലെ നടപടിയുണ്ടാവും, ഐസക്കാർക്കെതിരെ ഇതുപോലെ നടപടിയുണ്ടാവും, AIDOSക്കാർ സമരം ചെയ്തിട്ടുള്ളവർക്കെതിരെ ഇതേ നടപടിയുണ്ടാവും. മറ്റാരും അധികം സമരം ചെയ്യാൻ പോയിട്ടില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഉണ്ടാവാനിടയില്ല. അപ്പോൾ ഇവർക്കെല്ലാവർക്കും പഴയ കേസുകൾ വേറെ ഉണ്ടാവും. ഇത്തരം സമരങ്ങളൊക്കെ തന്നെയാണ് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കെതിരെ എല്ലാമുള്ള പഴയ കേസുകൾ കുത്തിപ്പൊക്കിയിട്ട് ഇത്തരം നിസ്സാരമായ കേസുകൾ 2021 ഇത്തരം ഒരു കേസിലൊക്കെ നേരെ ഡൽഹി പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക്, ഒരു കേസും ഇല്ലാതെ പ്രബീർ പുർക്കാസയെ അറസ്റ്റ് ചെയ്യാമെങ്കിൽ ഇവിടെ ഒരു ചെറിയ കേസ് കിടപ്പുള്ളപ്പോൾ പിന്നെ ഉറപ്പായിട്ട് അറസ്റ്റ് ചെയ്യാമല്ലോ. ആ മട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടക്കും. അവർ സജീവമായി വിദ്യാർത്ഥികൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണ്. ഇപ്പോൾ ഈ സമരത്തിന് തൊട്ട് മുമ്പ് ഇപ്പോൾ 21 വയസ്സേ ഉള്ളൂ ഇവരുടെ തന്നെ SFIയുടെ തന്നെ ബീഹാറിലെ സംസ്ഥാന സെക്രട്ടറിക്ക്, ക്രാന്തി എന്നാണ് പേര്. 21 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് SFIയുടെ സെക്രട്ടറി. 40 ദിവസമാണ് ഇപ്പോൾ ജയിലിൽ കിടന്നിട്ട് ഇന്നലെ ഇറങ്ങിയിട്ടേ ഉള്ളൂ. 40 ദിവസം ജയിലിൽ കിടന്നിട്ട് ഇന്നലെ ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ
ഒരു മാത്രമല്ല കേട്ടോ, അവർക്കൊപ്പം കുറേ പേരെ അറസ്റ്റ് ചെയ്തിരുന്നു, അവർ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഈ നീറ്റ് സമരവുമായി ബന്ധപ്പെട്ട് SFIയുടെ 1000-ത്തിനടുത്ത് ഏതാണ്ട് എനിക്കൊന്ന് 860-870 വിദ്യാർത്ഥികളെ നീറ്റ് സമരവുമായി ബന്ധപ്പെട്ട് തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലുടനീളം. ഡൽഹിയിൽ 16 പേര് ദീർഘമായി ജയിലിൽ കിടന്നു. അതായത് ഈ ജന്തർ മന്ദറിൽ കണ്ട CJPയുടെ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് ഒരു മുന്നേറ്റമാണ്, ഒരു വലിയ മുന്നേറ്റം. അത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു മുന്നേറ്റം. മറ്റേത് ഇവിടെ വ്യവസ്ഥാപിതമായ എല്ലാ നിയമ സംവിധാനത്തിനകത്തും നിന്നുകൊണ്ടും ദീർഘമായി പ്രവർത്തിക്കുന്ന സംഘടനകളാണ്, വിദ്യാർത്ഥി സംഘടനകളാണ്, എല്ലാ ഈ പറഞ്ഞ സമരങ്ങളിലും ഏർപ്പെടുന്ന സംഘടനകൾ. അപ്പോൾ അവർക്ക് കേസുകളുണ്ടാവും. ഇനി ഇവിടേക്ക് CJP വരുന്നതിന് മുൻപ് ഐഷെ ഘോഷിൻ്റെ സാന്നിധ്യം ഇദ്ദേഹം തന്നെ ഉറപ്പാക്കിയിരുന്നു. ദീപ് കെ അഭിജിത്ത് ദീപ് കെ തന്നെ ഉറപ്പാക്കിയിരുന്നു എന്ന് നേരത്തെ സമരം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞ നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞ എട്ടുകാലി മമ്മൂഞ്ഞ് MA ബേബി വെളിപ്പെടുത്തിയിരുന്നതാണ്. അതും നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള പരാമർശങ്ങളും പരിഹാസമൊക്കെ ഉണ്ട്. ഇൻഫോ പോരാ, അതുകൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ അദ്ദേഹം അത് വെളിപ്പെടുത്തിയിരുന്നതാണ്. അപ്പോൾ അങ്ങനെ ആ ആസൂത്രണം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം അതുകൊണ്ട് തന്നെയാണ് CJP നന്ദി അറിയിച്ചുകൊണ്ടുള്ള എക്സ്പോസ്റ്റ് വന്നതും, ഇവർക്ക് നന്ദി അറിയിച്ചുകൊണ്ട്. അതിനൊപ്പമാണ് ഓർഗനൈസറിൽ ലേഖനം വരുന്നത്. ഇവരാണ് ഇതിന് പിന്നിൽ, ഇവർ ചൈനീസ് ചാരന്മാരാണ്. ഇതിനിടയ്ക്ക് അർണബ് ഗോസ്വാമി ആഞ്ഞു പണി എടുക്കുന്നുണ്ടല്ലോ MA ബേബിയെ ചൈനീസ് ചാരനാക്കാനും. ആ കൂടെ 2 പേരുടെ പേരൂടെ പറയുന്നുണ്ട്, ആദർശ് സജ്ജിയുടെയും ഐഷെ ഘോഷിൻ്റെയും. ഈ 2 പേരുകളും അവിടെയുണ്ട്, ഈ ചൈനീസ് ചാരന്മാരെന്ന് മുദ്രകുത്താൻ. അപ്പോൾ ഇന്ത്യയിൽ ഒരു അർണബ് ഗോസ്വാമി മാത്രമല്ലല്ലോ ഉള്ളത്, അർണബ് ഗോസ്വാമിമാർ ഒത്തിരി പേരുണ്ട്. ആ അർണബ് ഗോസ്വാമിയിൽ പെടുന്ന ഒരു സഹോദരനാണ് നമ്മുടേതും. അദ്ദേഹം ആ മട്ടിൽ ചില പരാമർശങ്ങളൊക്കെ നടത്തി ഇകഴ്ത്തി കാട്ടാനുള്ള ഒരു ശ്രമം നടത്തി എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഈ ഇൻഫോ എടുത്തിട്ടല്ല അദ്ദേഹം ആ ഇടപെടലൊക്കെ നടത്തിയത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ കുഴപ്പം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഈ അടിത്തറയിൽ, ഇവരുടെ ആലോചനയുടെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഈ സമരം ഉണ്ടായത്. അതായത് SFIയുടെയും AESFൻ്റെയും ഈ CJPയുടെ നേതാക്കന്മാരുടെയും എല്ലാം ആസൂത്രണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ആ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഈ സമരം ഉണ്ടായത് എന്നുള്ളത് ഭരണകൂടത്തിന് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ നടപടികൾ ഇങ്ങനെ കടുപ്പിക്കുന്നത്. ഇനി CJP നേതാക്കൾക്കെതിരെ എന്തുകൊണ്ടാണ് ചാടിക്കറി നടപടി ഉണ്ടാവാത്തത്? അവർക്ക് അതൊരു മുന്നേറ്റമായിരുന്നു. അവർക്കെതിരെ മുൻപ് കേസുകളില്ല. അല്ലല്ല, അതാ ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷേ വല്ല ട്രാഫിക് സ്പീഡ് കൂടിപ്പോയുള്ള വല്ല കേസോ മറ്റുണ്ടെങ്കിൽ ഈ അഭിജിത്ത് ദീപിക ശ്രദ്ധിക്കണം. അതായത് ഇവരെ പോലെ സമരം ചെയ്ത കേസ് അവർക്ക് ഉണ്ടാവില്ല. പിന്നെ സൗരവദാസ് ലേഖനം എഴുതുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ ഇപ്പൊ ശ്രദ്ധിച്ചു വെക്കുന്നതല്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഏറ്റവും അടുത്ത ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കാമെങ്കിൽ അത് സ്വീകരിക്കും, കാര്യത്തിൽ സംശയമൊന്നുമില്ല. അവിടെ ഒറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. പക്ഷെ അതായത് ഈ സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ ബയോമെട്രിക് വിവരങ്ങൾ കൂടെ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ സമയം ഈ ടെക്നിക്കൽ ഈ കാര്യങ്ങളൊക്കെ വിദഗ്ധനായിട്ടുള്ള അനിവർ അരവിന്ദ്, അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടത്, പോലീസ് ഈ പറയുന്ന ഗൂഗിൾ ലെൻസോ അങ്ങനെ എന്തോ ഉള്ളൊരു ക്യാമറ കണ്ണടയാണ്. അപ്പൊ ആളുകളുടെ കണ്ണിന്റെയൊക്കെ വിവരങ്ങൾ എടുത്ത് ആ നിലക്ക് ബയോമെട്രിക് വിവരങ്ങൾ കൂടെ ശേഖരിച്ച് വെച്ചിരിക്കുകയാണെന്ന് വെച്ചാൽ ഭാവിയിൽ എന്താണ് സംഭവിക്കുന്നത് അപ്പം തന്നെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇവരിപ്പോഴേ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന്നിപ്പോൾ ഇത് ചുമ്മാതല്ല, റഹീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇതിൽ പിന്നെ സ്വകാര്യതാ ലംഘനം, പ്രൈവസിയുടെ ലംഘനമുണ്ട്, ഇത് പോലീസ് ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ട് അദ്ദേഹം, റഹീം MP എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും. അപ്പോൾ ഈ നടപടികളിൽ തനീഷ് ഇക്കാര്യത്തിൽ നേരിട്ട് ആഭ്യന്തര വകുപ്പിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. ആഭ്യന്തര വകുപ്പാണ് ഈ കാര്യത്തിൽ ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ഈ നടപടികൾ ആദ്യം നടന്ന നടപടികളും, അതായത് ജന്തർ മന്ദറിൽ നടന്ന പോലീസ് ആക്ഷൻ്റെയും ഉത്തരവാദിത്വം ആഭ്യന്തര വകുപ്പിനാണ്. ആഭ്യന്തര വകുപ്പ് ഇതിൽ മറുപടി പറയേണ്ടതുണ്ട്. ഇന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരിക്കുന്ന ആ പോയിന്റിലേക്ക് നമ്മൾ അടുത്ത ചർച്ചയിൽ വരുന്നുണ്ട്. ആഭ്യന്തര വകുപ്പിൻ്റെ മറുപടിയാണ് ഈ വിഷയത്തിൽ വേണ്ടത്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. നിയമവിരുദ്ധമായി ഇങ്ങനെ പ്രവർത്തിക്കാനാണോ ആഭ്യന്തര, അതായത് ഈ ഭരണഘടനാടിസ്ഥാനത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പ് പ്രവർത്തിക്കേണ്ടത് ഇങ്ങനെയാണോ? നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ നിരന്തരം ഏർപ്പെടുക എന്നതാണോ ആഭ്യന്തര വകുപ്പിൻ്റെ രീതി? ഇനി സനീഷ് പറഞ്ഞല്ലോ, പ്രവീർ പുക്കായത്തെ വിട്ടുവെച്ചപ്പോൾ കോടതി വലിയ കാര്യമായി വിമർശിച്ചു. കോടതിയോട് എന്ത് വിധേയത്വമാണ് ഇവർക്കുള്ളത്? അല്ലെങ്കിൽ എന്ത് ബഹുമാനമാണുള്ളത്? ഭരണഘടനയോട് ബഹുമാനം ഉണ്ടായാലല്ലേ കോടതിയോട് ബഹുമാനം ഉണ്ടാകൂ? അതായത് എങ്ങനെ ഇത് ആവർത്തിക്കപ്പെടുന്നത്? അതാണ് എൻ്റെ സംശയം. ഭരണഘടനയോട് ബഹുമാനം ഉണ്ടെങ്കിൽ പ്രവീർ പുർക്കായസ്തയുടെ കേസ് ഇങ്ങനെ സംഭവിച്ചു, ഇനി ജുനൈദിൻ്റെ അടുത്ത് പോയി ഇങ്ങനെയുള്ള കുഴപ്പം ഒപ്പിക്കരുത് എന്നല്ലേ ആലോചിക്കുക? ശരിയാണ്, കോടതി പറഞ്ഞതാണല്ലോ, അപ്പോൾ ഇനി കോടതി പറഞ്ഞത് കേൾക്കണം. അങ്ങനെ ഒരു ആലോചനയില്ല. എങ്ങനെ വേണമെങ്കിലും തോന്നിയാസം പ്രവർത്തിക്കാമെന്ന് ഈ സമരത്തിന് ശേഷവുമുള്ള ചിന്തയിൽ നിന്നാണ് ഇങ്ങനെ നടപടികൾ ഉണ്ടാകുന്നത്. തീർച്ചയായും അത് ഞാനതിനകത്ത് വേറൊരു ഒറ്റ കാര്യം കൂടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല.
ഈ കോൺഗ്രസിൻ്റെ ആസ്ഥാന മന്ദിരത്തിലാണ് ഇത്തരത്തിൽ പോലീസിൻ്റെ ഒരു കടന്നുകയറ്റമെങ്കിൽ ഞാൻ ആ അടുത്ത നിമിഷം CPIM ആ വിഷയത്തിലുള്ള പ്രതിഷേധം ഞാൻ കാണും. ഇക്കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അതായത് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനത്തിൽ ഇടതുമുന്നണി എന്തിനാണ് ഇനിയും നിലനിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് വീണ്ടും. കാരണം നമ്മൾ മുമ്പും പറഞ്ഞതാണ്, ഇദ്ദേഹത്തിൻ്റെ രാഹുൽ ഗാന്ധിയുടെ ആ പരസ്യ പ്രതികരണത്തിന് ശേഷം നമ്മൾ ചർച്ച നടത്തിയപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഇത് ഇന്ത്യ മുന്നണിക്കകത്ത് തൽക്കാലം ഇടതു മുന്നണി തുടരുന്നതിൽ കാര്യമില്ല എന്നുള്ളത്. അതേ അവസ്ഥ തന്നെ എടുത്തുകൊണ്ട് ഈ വിഷയം ഇതുവരെ സംഭവിച്ചു. പ്രത്യേകിച്ച് പ്രതികരണം ആരാണ് അവിടെ ഇടത് പാർട്ടികൾ എത്തി, അതായത് CPI-യുടെ D. രാജ അവിടെ എത്തിയിട്ടുണ്ട്, ഈ വിഷയത്തിൽ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്, AISF പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്, AIDSO പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്, CJP നിയമസഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഈ കാര്യത്തിൽ. പക്ഷേ ഇതിനകത്തല്ല, ഞാൻ സമയം നമ്മൾ നീട്ടേണ്ട ഒരു വിഷയം കൂടിയുണ്ട്. പക്ഷേ എന്നാലും ഇതിനകത്ത് ഈ CJP സമരം നടന്നെന്ന് രാജ്യം മുഴുവൻ, ഇത് വലിയ രാജ്യം മാത്രമല്ല ലോകത്ത് മുഴുവൻ വലിയ ശ്രദ്ധാകേന്ദ്രമായപ്പോൾ പിറ്റേന്ന് മലയാള മനോരമ അതേക്കുറിച്ച് ലേഖനം എഴുതാൻ ഏൽപ്പിച്ച നമ്മുടെ നാട്ടിലെ ഒരു പുതുബുദ്ധിജീവികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട B. രാജീവനെയാണ്. B. രാജീവൻ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ നോക്കുമ്പോൾ മഷിയിട്ട് നോക്കിയാൽ അതിനകത്ത് ഇടതുപക്ഷത്തെ ഒന്നും കാണില്ല. നമ്മളിപ്പോൾ നമ്മുടെ സുഹൃത്തിന് ഇൻഫോ ഇല്ല എന്ന് പറഞ്ഞ പോലെ ബുദ്ധിജീവികൾക്കും ഇൻഫോ ഇല്ല. എന്നിട്ട് അദ്ദേഹം എഴുതിയിരിക്കുകയാണ് അവസാനം ഇത് ഈ സമരത്തിൻ്റെ ദീപശിഖ ഏറ്റുവാങ്ങിയിട്ട് രാജ്യത്തെ മുന്നിൽ നിന്ന് നയിക്കാൻ കോൺഗ്രസ് തയ്യാറാകണം. കോൺഗ്രസ് യഥാർത്ഥത്തിൽ ജന്തർ മന്ദറിലേക്ക് പോയിട്ടേ ഇല്ല. അവരുടേതായിട്ടുള്ള സമരം പ്രധാനമന്ത്രിയുടെ വീടിന് മുമ്പ് നടത്തി. ഈ വലിയ ബഹളമായപ്പോൾ അദ്ദേഹം വിദേശത്ത് നിന്ന് വന്നിട്ട് സംഗതി കയ്യിൽ നിന്ന് പോവുകയാണെന്ന് കണ്ടപ്പോൾ അതിൻ്റെ ദീപശിഖ ഏറ്റുവാങ്ങാൻ വേണ്ടി ഫ്രണ്ടിൽ വന്ന് നിന്നു എന്നുള്ള വസ്തുതയാണ്, ചെയ്യേണ്ടതാണ്. നമ്മളിപ്പോൾ അടുത്ത വിഷയത്തിൽ നമ്മൾ അവരെ കുറച്ച് അഭിനന്ദിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. പക്ഷേ എന്നാൽ ഈ ബുദ്ധിജീവി എഴുതിയത്, B. രാജീവൻ എഴുതിയത് ഇതാ പിന്നെ കോൺഗ്രസ് ഇത് ഏറ്റെടുക്കണം എന്നാണ്. കോൺഗ്രസ് ഇത് ഏറ്റെടുക്കണം എന്നുള്ളത് നല്ല കാര്യം തന്നെ. അദ്ദേഹം വിചാരിക്കുന്നത് പിന്നെ നേരത്തെ ആം ആദ്മി പാർട്ടി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാട് ജനസഞ്ചയത്തിന് രാഷ്ട്രീയം രൂപപ്പെട്ടിരിക്കുന്നു, ഇത് ആം ആദ്മി പാർട്ടിയാണ് ഇനി രാജ്യത്തെ മുന്നോട്ട് നയിക്കുക എന്നായിരുന്നു. ഇപ്പോൾ ആം ആദ്മി പാർട്ടി അദ്ദേഹം വിട്ടു, ഇപ്പോൾ കോൺഗ്രസിലേക്ക് തന്നെ തിരിച്ചു വന്നു. അതായത് പഴയ മുതലാളിത്ത സംഗതികളുടെ പാർട്ടിയല്ല കോൺഗ്രസ്. ഇപ്പോൾ കോൺഗ്രസ് ആണ് ഈ പറയുന്ന നാട്ടിലെ ജനസാമാന്യത്തിൻ്റെ പാർട്ടി. അതുകൊണ്ട് കോൺഗ്രസ് ഈ കാര്യത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കണമെന്നാണ്. എനിക്ക് അദ്ദേഹത്തോട് വിയോജിപ്പൊന്നുമില്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് കേൾക്കണം. ഇവിടെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ സമരത്തിൽ പങ്കെടുത്തതിന് സമരത്തിൻ്റെ പ്രധാനപ്പെട്ട മുഖമായിരുന്നു, ഞങ്ങൾക്ക് ഗൈഡൻസ് തന്നെ നൽകിയത് ഈ SFIക്കാരാണ് ഇന്ന് അവർ തന്നെയും പറഞ്ഞിരിക്കെ ആ SFIക്കാരെ അനധികൃതമായിട്ട് ബാഡ്ജില്ലാതെ നിയമലംഘനം നടത്തിയിട്ട് അങ്ങോട്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോൾ, കസ്റ്റഡിയിലെടുത്ത് ചെല്ലുമ്പോൾ അവർക്കെതിരെ B. രാജീവൻ പറയുന്ന കാര്യങ്ങൾ ശിരസാ വെച്ചിട്ട് വർത്തമാനം പറയാൻ ഉത്തരവാദിത്വമുണ്ട് രാഹുൽ ഗാന്ധിക്ക്, ഇല്ലേ? അതായത് ഉടനടി ഒരു പ്രതികരണം വേണ്ട, ഇത് ചെയ്തത് ശരിയായില്ല. CPM-നോട് കേരളത്തിൽ അവർ മുഖാമുഖം നിന്ന് പോരാടുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, 102 സീറ്റുമായിട്ട് കോൺഗ്രസ് അധികാരത്തിൽ വന്നു. ഇനിയിപ്പോൾ വിശാല രാഷ്ട്രീയത്തിൻ്റെ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് ആ കാര്യത്തിന് മുന്നിൽ നിൽക്കേണ്ടുന്ന ഉത്തരവാദിത്തം രാഹുൽ ഗാന്ധി ഇല്ലേ? രാഹുൽ ഗാന്ധി ഇന്ന് സഭയിലൊന്നും കണ്ടില്ല. അപ്പോൾ ഇത് ഉടനടി ഒരു പ്രതികരണം നടത്തണ്ടേ? ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും മലയാളം വായിക്കാൻ അറിയില്ല. അവരാരും മലയാള മനോരമ വായിക്കുന്നുണ്ടാവില്ല. KC വേണുഗോപാൽ വായിക്കില്ലേ? KC വേണുഗോപാൽ പറയണ്ടേ? സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിജീവിയായുള്ള B. രാജീവൻ ഈ പറയുന്ന സംഗതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സമരത്തിൻ്റെ ഏറ്റവും മുൻനിരയിലേക്ക് കോൺഗ്രസ് വരണം, കോൺഗ്രസ്സാണ് രാജ്യത്തിൻ്റെ ഭാവി എന്ന് എഴുതിയിരിക്കുന്നു CJP-യുടെ പ്രൊട്ടസ്റ്റിന് ശേഷം പോലും. അപ്പോൾ പിന്നെ നിങ്ങളൊന്ന് പോയിട്ട് അതിനകത്തൊരു പ്രസ്താവന കൊടുക്കണം കേട്ടോ. ഐഷേക് ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ നിയമലംഘനം നടത്തിയിട്ട് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് ശരിയായ നടപടി ആയില്ല എന്ന് പറയണമെന്ന് KC വേണുഗോപാലെങ്കിലും പറയണ്ടേ? ബുദ്ധിജീവികൾക്ക് വിലയില്ലാതെയാണ് ഈ സംസ്ഥാനം മുന്നോട്ട് പോകുന്നതെന്ന് തോന്നുന്നു. ബുദ്ധിജീവികൾക്ക് വേണ്ട വില കോൺഗ്രസ് എന്നുള്ളതാണ്. 2020 JNU-ലെ CAA വിരുദ്ധ സമരകാലത്താണ് ഐഷേക് ഘോഷ് എന്ന വിദ്യാർത്ഥി നേതാവ് ദേശീയ ശ്രദ്ധയിലേക്ക് വരുന്നത്. അക്രമികൾ തല തല്ലി തകർത്തിട്ടും സമരരംഗത്തേക്ക് തിരിച്ചു വന്ന ഐഷയുടെ ചിത്രം അന്ന് ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. ഡൽഹിയിലെ വിദ്യാർത്ഥി സമരങ്ങളിലെല്ലാം ഐഷേക് ഘോഷ് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. CJP സമരം ആരംഭിച്ചപ്പോൾ അഭിജിത് ദീപ്കെ CPIM-നോട് ആവശ്യപ്പെട്ട പ്രധാന കാര്യം ഐഷയെ സമരത്തിൻ്റെ മുന്നിൽ തന്നെ നിർത്തണമെന്നതായിരുന്നു. അത്രമേൽ വിദ്യാർത്ഥി സമരങ്ങളിലെ മുന്നണി പോരാളിയായിരുന്നു എക്കാലവും ഐഷേക് ഘോഷ്. ജന്തർ മന്ദറിലെ സമരക്കാർക്കെതിരെ കേസും അറസ്റ്റും പാടില്ലെന്ന സുപ്രീം കോടതി ഉത്തരവ് വന്ന അതേ ദിവസമാണ് ഡൽഹി പോലീസിൻ്റെ ഈ നീക്കമെന്നതാണ് കൗതുകം. JNU സമരകാലത്ത് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഐഷയെ കസ്റ്റഡിയിലെടുക്കാൻ വന്നതെന്നാണ് ഡൽഹി പോലീസ് നൽകുന്ന മറുപടി. പക്ഷേ ഈ മാസം 30-ന് കോടതി പരിഗണിക്കാനിരിക്കുന്ന കേസിൽ എന്തിനാണ് ഇത്ര തിടുക്കമെന്നും മനസ്സിലാവുന്നില്ല. ജന്തർ മന്ദറിൽ സമരരംഗത്തുണ്ടായിരുന്ന എല്ലാവർക്കുമുള്ള മുന്നറിയിപ്പാണിതെന്നും ആരോപിക്കുന്നവരുണ്ട്. എന്തായാലും ഡൽഹി പോലീസിൻ്റെ ഈ നടപടി സംശയത്തിൻ്റെ കണ്ണുകളോടെ അല്ലാതെ കാണാൻ സാധിക്കില്ല എന്ന് പറയട്ടെ. RDX-ൽ ഒരിടവേള.